നാടിനെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ 184 കടന്നു. ചാലിയാർ പുഴയിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മുണ്ടക്കൈയിൽ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കനത്ത ചെളിയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ്. സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിനുണ്ട്. അവശേഷിക്കുന്നത് 30 വീടുകൾ മാത്രമെന്ന് പഞ്ചായത്ത് അധികൃതർ. വ്യോമസേനയുടെ ഹെലികോപ്റ്ററും രക്ഷാപ്രവർത്തനത്തിലുണ്ട്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലും പുഴയിലും അടക്കമാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. ബെയിലി പാലത്തിന്റെ നിർമ്മാണവും ആരംഭിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏതൊക്കെ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്? പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് മരണപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മരിച്ചവരുടെ എണ്ണം 200 കടന്നിരിക്കുന്നു. അതായത് തൊട്ട് മുൻപുള്ള നിമിഷത്തിലാണ് 184 എന്ന സംഖ്യ പറഞ്ഞിരുന്നത്. പൊടുന്നനെ അത് കുത്തനെ ഉയർന്നിരിക്കുകയാണ്. 204 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അത് വലിയ ഒരു സംഖ്യയിലേക്ക് ഈ മരണസംഖ്യ നീളുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ഈ ഒരു ദുരന്തം മാറുന്നു. ചൂരൽമലയിൽ ഇപ്പോൾ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അത് വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്, ദുരിതം സൃഷ്ടിക്കുകയാണ്. പുഴയിൽ ഒഴുക്ക് ശക്തമാണ്. എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. സൈന്യത്തിന്റെയും NDRFന്റെയും ഒപ്പം സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം തുടരുന്നത്. അപ്പോഴും വലിയ വെല്ലുവിളികളെ അതിജീവിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് തുടരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ചൂരൽമലയിൽ നിന്നും ഒരു പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. അത് നിലംപതിച്ച ഒരു വീടിനകത്ത് നിന്നായിരുന്നു. ആ പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മഴ നനഞ്ഞ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഒരു സ്ഥിതിയാണ് ആ കുഞ്ഞിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. കാരണം മഴ ഇടയ്ക്കിടെ പെയ്യുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളിയാണ് ഈ മഴ തുടരുന്ന സാഹചര്യം. രാവിലെ നല്ല കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യക്ഷമമായി രക്ഷാപ്രവർത്തനം ഇന്ന് നടത്താൻ സാധിച്ചിരുന്നു. എന്നാൽ ഉച്ച കഴിഞ്ഞ് മഴ തുടങ്ങിയതോടുകൂടി അത് ഇടവിട്ട് പെയ്യുന്ന സ്ഥിതിയാണുള്ളത്. പുഴയിൽ ഒഴുക്ക് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് രക്ഷാപ്രവർത്തനത്തെയും സാരമായി ബാധിക്കുന്ന സ്ഥിതിയാണുള്ളത്. റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ദുഃഖകരം എന്ന് പറയുന്നത് മരണസംഖ്യ കൂടുന്നു എന്നുള്ളതാണ്. 200 കടന്നിരിക്കുന്നു. പ്രതികൂലമായ കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ബെയിലി പാലം നിർമ്മാണം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ബെയിലി പാലത്തിന്റെ നിർമ്മാണം നേവിയും കരസേനയും സംയുക്തമായാണ് തുടരുന്നത്. എങ്കിൽ കൂടിയും ഇത് സംബന്ധിച്ച ബെയിലി പാലത്തിന്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ അത് നാളെ മാത്രമേ ആവുകയുള്ളൂ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ അതിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ ഈ മരണസംഖ്യ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതേ ഉള്ളൂ. 184 എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി പക്ഷേ കൂടുതൽ ആളുകളുടെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പിഞ്ചുകുഞ്ഞിന്റെ ഉൾപ്പെടെയാണ്. ഇന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങൾ അടക്കമാണ് 200 കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിനിടെ മുഖ്യമന്ത്രി നാളെ ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം നാളെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളും ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇന്നിപ്പോൾ ഗവർണറുണ്ട്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയിരുന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള എത്തിയിരുന്നു. 8ഓളം മന്ത്രിമാർ വയനാട്ടിൽ ക്യാമ്പ് ചെയ്താണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അല്പം മുൻപ് ആരോഗ്യമന്ത്രി വീണ ജോർജും വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ചോദിച്ചതുപോലെ ബെയിലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നും ബെയിലി പാലത്തിന്റെ മറ്റ് സാമഗ്രികളുമായിട്ടുള്ള ട്രക്കുകളും പുറപ്പെട്ടിട്ടുണ്ട്. റിയാസ്, കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലും പുഴയിലും അടക്കമാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. പ്രതികൂലമായ ഒരു കാലാവസ്ഥ. കൂടുതൽ സൈന്യം അവിടെ എത്തുന്നു. കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിനെത്തുന്നു. എത്ര പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്? ദുരിതാശ്വാസ ക്യാമ്പുകളുടെയൊക്കെ പ്രവർത്തനം എങ്ങനെയാണ്? 190 പേർ ഇപ്പോൾ ചികിത്സയിൽ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. വിവിധ ആശുപത്രികളിലായാണ് അവർ കഴിയുന്നത്. കൂടുതൽ ആളുകളും ഈ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും വിംസ് ആശുപത്രിയിലുമായിട്ടാണ് ചികിത്സയിൽ തുടരുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമായി തുടരുമ്പോൾ തന്നെ കൂടുതൽ ആളുകൾ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തുന്ന സാഹചര്യമുണ്ട്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ
മണ്ണിൽ പുതഞ്ഞ് പരിക്കേറ്റവരുണ്ട്, വീടുകളിൽ കുടുങ്ങിയവരുണ്ട്. അതാണ് ഒരു കാരണമായി വരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ചൂരൽമലയിൽ നിന്നും മേപ്പാടിയിലേക്കുള്ള വഴി മുഴുവൻ തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ ഒരു 14 കിലോമീറ്റർ ദൂരത്തോളമാണ് ഇവിടെ ഉള്ളത്. അവിടെ മണിക്കൂറുകളോളം വാഹനങ്ങൾ കാത്തുകിടക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വണ്ടികൾ അനാവശ്യമായി പാർക്ക് ചെയ്യരുത് എന്ന ഒരു നിർദ്ദേശം ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും നൽകിയിട്ടുമുണ്ട്. റിയാസ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്കായി പരക്കെ പായുകയാണ് ആശുപത്രിയിലും ദുരന്ത ഭൂമിയിലൊക്കെ അറിയുന്നവർ. ഒറ്റ രാത്രി കൊണ്ടാണ് ഒരു പ്രദേശം മൊത്തം ഇല്ലാതായിരുന്നത്. തന്റെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവശേഷിക്കുന്നത് 30 വീടുകൾ മാത്രമാണ് ആ പഞ്ചായത്തിലുള്ളത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് എങ്ങനെയാണ്? സൈന്യത്തിന്റെ വിവിധ വിഭാഗങ്ങളായി 4 സംഘങ്ങളായിട്ടാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. 150ഓളം സൈനികരാണ് ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതുകൂടാതെ മറ്റ് സംവിധാനങ്ങളെല്ലാം NDRF ഉണ്ട്, ഒപ്പം അഗ്നിരക്ഷാ സേനയുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്, പോലീസുണ്ട്. ഇവരെല്ലാം നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി ആ പ്രദേശം, ആ ഭൂപ്രകൃതി അറിയുന്ന നാട്ടുകാരെല്ലാവരും തന്നെ ഇത്തരത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ശരി റിയാസ്, കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, ഏറ്റവും ദുഃഖകരം എന്ന് പറയുന്നത് മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം